ഹായ്, നിങ്ങളിലെ എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാകട്ടോ എനിക്ക് അറിയാവുന്ന കാര്യം. അതപ്പം നിങ്ങളുമായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അറിയത്തില്ലാത്തവർക്ക് മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യാമല്ലോ. നമ്മളുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിരുന്ന് പ്രാകാനേ പാടില്ല. ഈ പ്രാക്കുദോഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, തലമുറയായിട്ട് നിന്ന് പിടിക്കുന്ന, അതായത് നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ടുണ്ടല്ലോ അടുത്ത വീട്ടിൽ അവരുമായിട്ട് എന്തെങ്കിലും ശത്രുതാ മനോഭാവമോ അല്ലെ എന്തെങ്കിലും കാര്യത്തിലൊരു പിണക്കോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിലോ അവരെ കാണുമ്പോഴും അല്ലെ അവരുടെ വീട് കാണുമ്പോഴും ഒക്കെ അയ്യോ അവനങ്ങ് മുട്ടിഞ്ഞു പോണേ, അല്ലെ അവള് മുട്ടിഞ്ഞു പോണേ, അവരുടെ സന്താനങ്ങളെ കൊണ്ട് ഉണ്ണാൻ ഇടവരരുത്, അവരുടെ വീട് ഉമ്മ കുരുത്ത് പോണേ എന്ന് പറയും. പക്ഷേ ഉണ്ടല്ലോ അതൊക്കെ തിരിഞ്ഞ് നമ്മളെ കുടുംബത്തിനെ വലിക്കത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിരുന്ന് ഒരിക്കലും നമ്മൾ പ്രാകരുത്. നമുക്ക് അവരുമായിട്ട് എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒന്നെങ്കിൽ പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ദേഷ്യം അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും രണ്ട് ചീത്ത പറയാം, അവിടെ കൊണ്ട് അങ്ങ് തീർക്കണം. അല്ലാതെ ഇതങ്ങ് നീട്ടി പിടിച്ച് പ്രാഗി കുടുംബം വെളുപ്പിക്കുക എന്ന് പറയുമ്പോൾ അവനവൻ്റെ തന്നെ കുടുംബമാണ് വെളുപ്പിക്കുന്നത്, പ്രാഗി. അതല്ല എങ്കിലുണ്ടല്ലോ നിങ്ങളും അവരുമായിട്ട് കാര്യങ്ങൾ രമ്യത പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. എന്നുവെച്ചിട്ട് മാന്യം മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കിയിരിക്കും. അല്ലാതെ ആരും ആരെയും പ്രാഗി ആരെയും മുടിപ്പിക്കാൻ പറ്റത്തില്ല. അവനവൻ തന്നെ മുടിയുന്നേ ഉള്ളൂ. അവനവൻ്റെ സന്താനങ്ങൾക്ക് ആണ് ഇതിൻ്റെ എല്ലാം കുഴപ്പം വരുന്നത്. നമ്മൾ പറയല്ലേ, പൂർവീകർ ചെയ്ത പാവമാണ് നമ്മൾ ഈ ജന്മത്തിൽ ഇത് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മൾ പ്രാക്ക് മേടിക്കാൻ പാടില്ലാത്ത 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ആള് വിധവകളുടെ പ്രാക്കെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്നു പലിക്കും. പിന്നെ രണ്ടാമത്തേത് കുട്ടികളുണ്ടാകാത്ത സ്ത്രീകളുണ്ടല്ലോ, മക്കളെ പ്രസവിക്കാത്ത സ്ത്രീകൾ, അവരുടെ പ്രാക്ക്. അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ വയോധികരുടെ പ്രാക്ക്. ഈ 3 കൂട്ടരുടെയും പ്രാക്കുണ്ടല്ലോ നിന്നു പലിക്കും. അത് ന്യായമായുള്ളൊരു കാര്യത്തിന് നമ്മുടെ കുടുംബത്തുള്ളവരെ പ്രാഗിക്കോട്ടെ അല്ലെ പുറത്തുള്ളൊരു വ്യക്തിയെ പ്രാഗിക്കോട്ടെ, പക്ഷെ ആ പ്രാക്കുണ്ടല്ലോ നിന്നു പലിക്കും. കാരണം അവരുടെ ഹൃദയത്തിൽ തൊട്ട് അവരത്ര വിഷമിച്ച് സങ്കടപ്പെട്ട് മറ്റൊരു മാർഗവും ഇല്ലാതെ വരുമ്പോഴാണ് ഇവർ ഈ പ്രാകുന്നത്. അതായത് ദൈവങ്ങളെയൊക്കെ വിളിച്ച് അപേക്ഷിച്ച് കരഞ്ഞിട്ട് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ അവർ ചിലപ്പം സ്വയം മക്കളെ തന്നെ പ്രാഗിക്കളയും. അത് വെച്ച് കഴിഞ്ഞാൽ വിധവകളാണെങ്കിലും ഭർത്താവ് മരിച്ചു പോയി കഴിയുമ്പോഴുണ്ടല്ലോ മക്കളുടെ ആശ്രയത്തിൽ മക്കളുടെ കീഴിൽ ജീവിക്കുമ്പോൾ മക്കൾ അവരെ നോക്കാതെ വരുമ്പോഴും അന്വേഷിക്കാതെ വരുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊടുക്കാതെ വരുമ്പോഴും ഇവൻ മുടിഞ്ഞു പോളും, ഇവൻ്റെ സന്താനങ്ങളെ കൊണ്ട് ഉണ്ണാൻ വരാതെ പോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള പ്രാക്കുകൾ പ്രാകും അവർ. അതുപോലെ തന്നെ മക്കളുണ്ടാകാത്ത അമ്മമാർ, എടാ എൻ്റെ പോണക്കത്തെ ദുഃഖം നീയും അനുഭവിക്കും, നിനക്കും നിൻ്റെ മക്കളെ കൊണ്ട് ഉണ്ണാൻ വരികയില്ല, മക്കളില്ലാത്തതിൻ്റെ ദുഃഖം നീ ഇവിടെ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടേ നീ പോകത്തുള്ളെന്ന് പറയും. അതുപോലെ തന്നെയാണ് മറ്റേ പ്രായമായവരും ഇതുപോലെ രീതിയിലാണ് പ്രാകുന്നത്. പ്രായം ഒരു 10-70 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രാക്കും കാര്യങ്ങളും ഉണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ എവിടെ പോയാലും ശുഭമാകത്തില്ല. അതുപോലെ തന്നെ തലമുറയായിട്ട് വരുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യവും കണ്ണില്ലാത്തവരും കാലില്ലാത്തവരും ഒരു മന്ദബുദ്ധികളും ഇങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ മക്കൾ ഒക്കെ ഈ രീതിയിലൊക്കെ ജനിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലോകത്തുള്ള മക്കളെ ഇങ്ങനെ ഉണ്ടാകുന്നവരൊക്കെ മന്ദബുദ്ധികൾ അല്ലെ അംഗവൈകല്യമുള്ളവർ എന്നൊക്കെ ഇങ്ങനെ പ്രാഗിയിട്ടാണോ എന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്രാക്ക് മേടിക്കരുതെന്ന് ഉള്ളത് അറിയണമെങ്കിൽ നിങ്ങൾ നാരായണീയം വായിക്കുക അല്ലെ മഹാഭാരതമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടും അതിനെക്കുറിച്ച് മനസ്സിലാവും. ഈ പ്രാക്കുദോഷം എങ്ങനെ നമുക്ക് ഫലിക്കും എന്നൊക്കെ. അതുപോലെ തന്നെ രാമായണം വായിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. സീതയുടെയും രാമൻ്റെയൊക്കെ കഥ അറിയാവുന്നവർക്ക് പ്രാക്കുദോഷം അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പം. മഹാഭാരതത്തിൽ പിന്നെ ഗാന്ധാരി ശ്രീകൃഷ്ണനോട് പറയുന്നത് നിൻ്റെ കുടുംബം അന്യം നിന്ന് പോകുന്ന ആ പ്രാക്കൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 101 മക്കളും മരിച്ചതിന് ശേഷമാണ് ശ്രീകൃഷ്ണനെ ശപിക്കുന്നത്. അപ്പോൾ ആ ശാപം ശ്രീകൃഷ്ണൻ ഏൽക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിരുന്ന് പ്രാകാനോ അല്ലെ മറ്റുള്ളവരുടെ ഒരു പ്രാക്കുദോഷം മേടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക. നിങ്ങൾക്ക് ഇതുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രാക്കുദോഷത്തിൻ്റെ കാര്യം അറിവില്ലാത്തവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം കേട്ടോ.
ആരുടെയും ബ്രാക്ക് മേടിക്കരുത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു എങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കെ.